ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ പോകുന്നത് ഒരു അയ്യപ്പൻ വിളക്കിനാണ്. ഇവിടെ കോട്ടയത്താഴെയുള്ള അയ്യപ്പൻ വിളക്കിനാണ് പോണത്. ഞാൻ നടന്നിട്ടൊന്നുമല്ല കേട്ടോ പോണേ. അപ്പുട്ടനും മോട്ടനും വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പം ഒരു വരുന്ന വഴി ഞാൻ നടക്കാമെന്ന് വെച്ച് ഓരെ കാണുമ്പോൾ വണ്ടിമേ കയറിയാൽ മതിയല്ലോ. അപ്പം ഞങ്ങൾ ട്രിപ്പിൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് പോകാനുള്ളൂ. ഇപ്പം ഞങ്ങൾ വന്നത് ഉച്ചയ്ക്കാണ്. അവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ്. പോയപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി സാമ്പാറും ചോറൊക്കെ, പുള്ളിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് ഞങ്ങളിതാ തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ അധികം നേരം ഒന്നും ഇവിടെ നിൽക്കില്ല, ഇപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു പോവും. ഇന്നിപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് വന്നത് ഫുഡ് കഴിക്കാനാണ്. ഇനി ഞങ്ങൾ നൈറ്റ് വരും. അയ്യപ്പൻ വിളക്കിൻ്റെ ഇതൊക്കെ കാണാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നൈറ്റ് വരും. അയ്യപ്പൻ വിളക്കിന് വന്നപ്പോഴാണ് പെട്ടെന്നൊരാഗ്രഹം, ഒന്ന് മൂക്കുകുത്ത്. ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുണ്ടായിരുന്നു മൂക്ക് കുത്തണം എന്നൊക്കെ. അപ്പോൾ എന്താ അറിയില്ല, പെട്ടെന്ന് മൂക്ക് കുത്തണം അങ്ങനെ തോന്നി. അങ്ങനെ പോയി കുത്തി. ഞാൻ വീട്ടിൽ പറയും ചോദിക്കുകയൊന്നും ചെയ്തില്ല. ഞാൻ വീട്ടിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂക്ക് കുത്തണം എന്നുള്ളത്. അത്രയേ ഉള്ളൂ. അങ്ങനെ മൂക്ക് കുത്തി പെട്ടെന്ന് കഴിഞ്ഞു. ഇനി കാണുന്നത് മൂക്ക് കുത്തിയ കുറച്ച് ഷോ ഓഫ് ആണ്. മൂക്ക് കുത്തിയ സന്തോഷത്തിൽ പിന്നെ ഫുള്ള് ഈ ആംഗിളിലായിരുന്നു ഫോണ്. കുറച്ച് കാലത്തേക്ക് അങ്ങനെയായിരുന്നു. പിന്നെ അത് അവിടെ എന്നുമുള്ളൊരു സാധനമാണല്ലോ, അപ്പോൾ വലിയ പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. എല്ലാവരും മൂക്ക് സാധാരണ ലെഫ്റ്റ് സൈഡിലാണ് പോലും കുത്തുക. ഞാൻ പോയി കുത്തിയത് റൈറ്റ് സൈഡിലാണ്. എനിക്കും അറിയില്ലായിരുന്നു. ആ ജ്വല്ലറിയിൽ എനിക്ക് കുത്തി തന്ന ചേട്ടനും അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വന്നത് ഈ രണ്ട് സാധനങ്ങളല്ലേ. ഇവർക്കാണ് പൊട്ടന്മാർക്ക് തീരെ അറിയില്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ രണ്ടാളും എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പുറത്തും മോട്ടനും ഇവർ രണ്ടാളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, എടീ എല്ലാവർക്കും ഈ ഭാഗത്താണ് കാണുക, റൈറ്റ് സൈഡിലാണ് എല്ലാവർക്കും കാണലെന്ന് പറഞ്ഞു. ഞാൻ അതിലും വലിയ മണ്ടെത്തി. അവർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഞാൻ പോയിട്ട് റൈറ്റ് സൈഡ് കുത്തി. കുഴപ്പമില്ല കേട്ടോ, കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് റൈറ്റ് സൈഡിൽ കുത്തിയതാണ് ഭംഗി. സീനൊന്നുമില്ല. റൈറ്റ് സൈഡെങ്കിൽ റൈറ്റ് സൈഡ്, എന്തായാലും മൂക്കുത്തിയാണല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. ചായ കുടിക്കാം കേട്ടോ. ഞാൻ കൂടി അമ്മ അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ച് വീണ ചേച്ചിയും വല്യമ്മയും വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, രാത്രി അയ്യപ്പൻ വിളക്ക് കാണാൻ വേണ്ടിയിട്ട്. അവിടെ പോകുന്നുണ്ടല്ലേ. വേണ്ട അതൊക്കെ കൊളാവൂട്ടോ. അങ്ങനെ നോക്കാം. പ്രധാനപ്പെട്ട പലതുമുണ്ട്. ഇത് മനസ്സിലായിട്ട് അങ്ങനെയില്ല. ഒരാൾ ദുബായിലാണ്. ദുബായ് അല്ല, എത്ര ദൂരൊക്കെയല്ലേ ഉള്ളൂ. അയാൾ വരണം പെരുവണ്ണ അയ്യപ്പ. ഇന്ന ശനിയാഴ്ച തയ്യൽത്താഴം അയ്യപ്പൻ വിളക്കാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒമാനിലോ 1 കിലോ ചന്ദനമായിട്ട് നമുക്ക് പോകാൻ പറ്റും. ചന്ദനം വെച്ച് പിടിപ്പിക്കാൻ പറ്റും. പിടിപ്പിച്ചാൽ ആ ചന്ദനം ആരെയും മുറിച്ചു. പക്ഷേ അതിലൂടെ പോകണല്ലോ ഈശ്വര. ഇവിടെ വന്നാൽ ഒന്നും കൂടെ തിരിയൂ. ഇവന്റെ തലയിൽ കുത്തബ് മിനാർ.
അങ്ങനെ അയ്യപ്പൻ വിളക്കൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പം ഇവ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇവ നോക്കുകയാണ്. ഞാൻ ഈ കമ്മൽ അവിടെ നിന്ന് ഇപ്പം വാങ്ങിച്ചതാണ്.